ഹായ് ഫ്രണ്ട്സ്, ചന്ദന കൃഷി വാർദ്ധക്യകാലത്തേക്കുള്ളൊരു കൈത്താങ്ങ്. ഞാൻ നാസർ നൂറുദ്ദീൻ, ഇറോസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് പ്ലാന്റേഷൻ പ്രൊജക്റ്റിലാണ്. കമ്പനി ഏകദേശം ഒരു വർഷത്തോളമായി ഈ പ്രൊജക്റ്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് സത്യത്തിൽ ഒരു വാർദ്ധക്യകാലത്തേക്കുള്ള വലിയ ഒരു കൈത്താങ്ങ് തന്നെയാണ് സുഹൃത്തുക്കളെ. ഇന്ന് പല വീടുകളിലെയും അവസ്ഥകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വൃദ്ധ ദമ്പതികളുള്ള വീടുകൾ അവർ ഒരു ഭാരമായി അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിചരണമോ ആശ്വാസമോ കൊടുക്കാൻ കഴിയാതെ മുന്നോട്ട് പോവുകയാണ്. നമ്മളൊക്കെ വാർദ്ധക്യകാലത്ത് നമ്മളെ മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ നമ്മളൊക്കെ സംരക്ഷിക്കും, നമ്മളൊക്കെ പരിചരിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയ്ക്ക് നല്ലത് തന്നെയാണ്. അത് എത്രമാത്രം നടപ്പാക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാര്യം എന്താണെന്നറിയോ? സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്നുള്ള ചൊല്ലിനെ അർത്ഥവത്താക്കിക്കൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ആവതുള്ള സമയത്ത് നിങ്ങൾ മതിയായ രീതിയിലുള്ള ഒരു ബാക്കപ്പ് ഫണ്ട്, ബാക്കപ്പ് മണി നിങ്ങളെ കയ്യിലില്ല എന്നുള്ളതാണ്. നിങ്ങളെ പരിചരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കാനുള്ള ക്യാഷും കൂടി ആ മക്കൾ മാറ്റിവെക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് പല കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലപ്പുറം നിങ്ങളെ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഒരു 15 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്കൊരു 50, 55, 60, 65, 70 വയസ്സുള്ള ആളാണെങ്കിൽ പോലും ഇന്നത്തെ ലൈഫ് സ്പാൻ ഇന്ന് മനുഷ്യൻ്റെ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 80, 85, 90 വയസ്സ് വരെയും മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 70 വയസ്സുള്ള ഒരാൾ ഇത് ചെയ്താൽ പോലും നിങ്ങളുടെ 55-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇതിൽ നിന്ന് ചന്ദന മരത്തിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺസ് വളരെ ഭീമമായൊരു സംഖ്യയാണ്. ആ സംഖ്യ ഉണ്ടായാൽ തന്നെ നിങ്ങളെ പൊന്നു പോലെ നോക്കാൻ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ആശ്രയമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. മറ്റുള്ളവരുടെ ഒരു കെയറിംഗ് ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല. ആ സമയത്ത് മറ്റുള്ളവർ കെയറിങ്ങും തരണം, അവരെ കാശും ചിലവാക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അസ്വസ്ഥതകളാണ് ഇന്ന് പല വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഉപ്പുപ്പ, എൻ്റെ അച്ഛൻ, എൻ്റെ അച്ചാച്ചൻ്റെ കയ്യിൽ കാശ് മതിയായത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ അവരെ പരിചരിക്കുന്ന ശുശ്രൂഷിക്കുന്നതിന് ആത്മീയമായ ചില നന്മകളുണ്ട് എന്ന് ചിന്തിക്കുന്നതോടൊപ്പം ഇങ്ങനെ ഭൗതികമായി നമുക്ക് നേരത്തെ കൂട്ടി ചെയ്തു വെക്കാൻ സാധിച്ചാലേ നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും നമ്മുടെ പേരക്കുട്ടികൾക്കൊക്കെ തന്നെ നമ്മൾ ഒരു ഹീറോ ആയി മാറില്ലേ, അവർക്കത് വലിയൊരു ആശ്വാസമായി മാറില്ലേ. സുഹൃത്തുക്കളെ ചിന്തിക്കുക. ഈ പ്രൊജക്റ്റിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക, സൈറ്റൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുക. കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഈ പ്രൊജക്റ്റിലേക്ക് വരിക. താങ്ക് യു.